അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 6-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, പരീക്ഷ വളരെ അടുത്തു. ഇന്ന് ഇവിടെ ഞാൻ പഠിക്കാൻ പോകുന്നത് 2023 നടന്ന ദുറൂസുൽ ഇഹ്സാൻ വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഇതിൽ മിക്ക ചോദ്യവും വീണ്ടും പരീക്ഷകളിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാകുന്നു. ചോദ്യത്തിൻ്റെ രൂപം മനസ്സിലാക്കുക. ഞാൻ ഇവിടെ ഇത് അവതരിപ്പിക്കുന്ന രൂപം പരീക്ഷാ ഹാളിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ചോദ്യപേപ്പർ വായിച്ചു തരുക, ആ രൂപത്തിൽ ആദ്യം ഞാൻ ചോദ്യപേപ്പർ മുഴുവനുമായിട്ട് ഒന്ന് വായിച്ചു തരും. ശേഷം അതിൻ്റെ ഉത്തരങ്ങൾ പറയും. ചോദ്യപേപ്പർ വായിക്കുന്ന സമയത്ത് നിങ്ങൾ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുക. പിന്നീട് ഞാൻ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടുപിടിച്ച എത്ര ഉത്തരം ശരിയാണ് എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. ശേഷം നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം ഞാൻ ചോദ്യങ്ങൾ പരീക്ഷാ ഹാളിൽ എങ്ങനെയാണ് വായിക്കുക, ആ രൂപത്തിൽ വായിച്ചു തരും. പിന്നീട് ഉത്തരങ്ങൾ പറയും. ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ഉത്തരങ്ങൾ കണ്ടെത്തുക. യോജിപ്പിക്കാം. സിക്ർ കൊണ്ട് ലഭിക്കുന്നത്. സിക്ർ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിനെ കുറിച്ച് ആലോചിക്കലാണ്. അപ്പോൾ സിക്ർ കൊണ്ട് ലഭിക്കുന്നത് എന്ത് എന്നവിടെ എഴുതുക. ഉത്തരം അപ്പുറത്തുണ്ട്, അവിടെ നിന്ന് എടുത്ത് എഴുതുക. അനാവശ്യ കാര്യങ്ങൾ 3 ഈമാനിൻ്റെ പകുതിയാണ്. 4 മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. 5 അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല. ഇവയുടെ ഉത്തരം അപ്പുറത്തുണ്ട്. ശുദ്ധി, ശിർക്ക് ചെയ്യൽ, മനസ്സമാധാനം, ലഹവ്, അള്ളാഹുവിൻ്റെ പ്രീതി. ഓരോന്നിൻ്റെയും നേരെ യോജിച്ചത് നിങ്ങൾ എഴുതുക. ചോദ്യം 2. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് പൂർത്തിയാക്കാം. ബ്രാക്കറ്റിൽ പ്രവാചകൻ, അവൻ്റെ തിരുദർശനം, സുജൂദ്, അസ്മാ ഉൽ ഹുസ്ന, 70,000 മലക്കുകൾ എന്നീ ഉത്തരങ്ങളുണ്ട്. അത് യോജിച്ച ക്വസ്റ്റ്യനിൽ ഉത്തരമായി നിങ്ങൾ കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് എന്ത് എന്നുള്ളത് ആ ബ്രാക്കറ്റിലുണ്ട്. ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. 2, സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം എന്ത് എന്നുള്ളത് ബ്രാക്കറ്റിലുണ്ട്. ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. 3, സ്വശരീരത്തേക്കാൾ, അതായത് നമ്മുടെ ശരീരം ഉണ്ടാവില്ല, അതാണ് സ്വശരീരം. സ്വശരീരത്തേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ ആരാകുന്നു? നമ്മെ എത്രത്തോളം നമ്മൾ ഇഷ്ടപ്പെടുന്നു അതിനേക്കാൾ നാം ഇഷ്ടപ്പെടേണ്ടത് ആരെന്ന് ചോദിക്കുന്നത്. 4, അറിവുള്ളവർ ആദരിക്കപ്പെടണം. അതിനുവേണ്ടി മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത്. അതായത് അറിവുള്ളവരെ ആദരിക്കപ്പെടണമല്ലോ. ആദം നബി അലൈഹിസ്സലാം അറിവുള്ള മനുഷ്യനായിരുന്നല്ലോ. അപ്പോൾ മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് എന്ത് എന്ന ചോദ്യം. 5, നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. നല്ലൊരു കൂട്ടുകാരനെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി നന്മക്ക് വേണ്ടി ദുആ ചെയ്യും. അതാണ് സ്വലാത്ത് ചൊല്ലും പറഞ്ഞാൽ. ആരാ സ്വലാത്ത് ഇല്ല എന്നുള്ളത് അവിടെ എഴുതുക. ഉത്തരം മേലെ ബ്രാക്കറ്റിലുണ്ട്. ഇതിൻ്റെ എല്ലാം ഉത്തരം അവസാനം ഞാൻ പറയും. ഇപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കുക. 3. മൂന്നാമത്തെ ചോദ്യം ഉത്തരം എഴുതാമെന്നാണ്. ചോദ്യം 1, ചിന്താശേഷി കുറയും. ആരുടെ ചിന്താശേഷിയാണ് കുറയുക എന്ന ചോദ്യം. 2, മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്ത്
എപ്രകാരം മുടി മുറിക്കുന്നതാണ് നബി തങ്ങൾ വിരോധിച്ചത് എന്ന് ഉത്തരം എഴുതുക. 3. ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? അതായത് അധ്യാപകനെ പഠിപ്പിക്കുന്ന ആളെ മോശമായി പറയുകയോ മോശമായി പെരുമാറുകയോ അതല്ലെങ്കിൽ അധ്യാപകനെ ഉസ്താദിനെ വിഷമമാക്കുന്ന എന്തെങ്കിലും കാര്യം ശിഷ്യനിൽ നിന്നും, അതായത് ശിഷ്യ എന്ന് പറയുന്നത് പഠിക്കുന്ന ആളിൽ നിന്നും പ്രകടമായാൽ അയാൾക്ക് എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. 4. ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത്? ഖുർആൻ നന്നായിട്ട് പഠിച്ചു, ഖുർആനിൽ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തിട്ട് അവൻ ജീവിക്കാന്നുണ്ടെങ്കിൽ അവൻ്റെ ഉപ്പക്കും ഉമ്മക്കും പരലോകത്ത് എന്താണ് ലഭിക്കുക എന്നാണ് ചോദ്യം. 5 4-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 2 വീതം എഴുതാം. 4-ൽ 1. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക തൃപ്തി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങൾ. നബി തങ്ങളുടെ തൃപ്തി അത് നേടിയെടുത്താൽ നാം രക്ഷപ്പെട്ടല്ലോ. അതിന് എന്തെല്ലാം മാർഗങ്ങൾ ആണ് ഉള്ളത് എന്ന ചോദ്യം. ഉത്തരം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ പകർത്തുക. സുന്നത്തുകൾ എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ എപ്രകാരമാണോ ഓരോ കാര്യവും ചെയ്തത് അത് അതുപോലെ ചെയ്യുക. നബി തങ്ങൾ വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്, വലത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. നബി തങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം എങ്ങനെയാണ് നബി തങ്ങൾ ചെയ്തത് എന്ന് അറിവുള്ളവരോട് ചോദിച്ചിട്ട് അതുപോലെ ചെയ്യുക. അതാണ് സുന്നത്തുകൾ. പിന്നെ നബി തങ്ങളുടെ തൃപ്തി നേടി എടുക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? മദ്ഹുകൾ പറയുക. നബി തങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല മൊമെൻസുകൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ എടുത്തു പറയുക. അതാണ് മദ്ഹുകൾ. നബി തങ്ങളെ വാഴ്ത്തി പറയുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ഇനി 2-ൽ 2 ആളുകൾക്ക് നന്മ പഠിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവർ. ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ആരൊക്കെയാണ് ചൊല്ലുക എന്നാണ് ചോദ്യം. അതായത് ഉസ്താദിന് വേണ്ടി ലോകത്ത് എന്തെല്ലാം വസ്തുക്കൾ പ്രാർത്ഥിക്കും, സ്വലാത്ത് ചൊല്ലും എന്നാണ് ചോദ്യം. 3. നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ. നാം കൂട്ടുകൂടരുത് ആരുമായിട്ട് എന്നാണ് ചോദ്യം. 4. മിക്കയാളുകളും വഞ്ചിതരായ 2 അനുഗ്രഹങ്ങൾ. 2 അനുഗ്രഹങ്ങൾ, അള്ളാഹു നമുക്ക് തന്ന 2 അനുഗ്രഹങ്ങൾ. ആ അനുഗ്രഹങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ല മിക്കയാളുകളും. ഏതെല്ലാം ആണ് ആ 2 അനുഗ്രഹങ്ങൾ എന്നാണ് ചോദ്യം. ഇനി 5-ാമത്തെ ചോദ്യം വ്യക്തമാക്കാം. തൗഹീദിൻ്റെ നിർവചനം. തൗഹീദ് എന്നാൽ എന്ത് എന്നാണ് ചോദ്യം. 2. നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബി തങ്ങൾ പറഞ്ഞവർ. നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ എന്ന് നബി തങ്ങൾ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഇത് 5-ാം ക്ലാസ്സിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലിസാനിൽ അതല്ലെങ്കിൽ തജ്വീദിൽ. 3. അഹ്ലുൽ ബൈത്ത് എന്ന് പറയപ്പെടുന്നവർ. ആരാണ് അഹ്ലുൽ ബൈത്ത്? 4. മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം. ഇനി 6-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 6-ാമത്തെ ചോദ്യം: ആര് ആണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത് എന്ന ചോദ്യം. ആര് ആരോട് പറഞ്ഞു, പറഞ്ഞയാളും പറയപ്പെട്ട ആളും ആരെന്ന് ചോദിക്കുന്നത്. ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു. ഇതാരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. മാത്രമല്ല ഇത് ആരോടാണ് പറഞ്ഞത് എന്നും കൂടി ചോദ്യമുണ്ട്. 2. താങ്കൾക്ക് ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. ഇത് ആരാണ് പറഞ്ഞത്, ആരോടാണ് പറഞ്ഞത്?
ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുവരെ പറഞ്ഞ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കിട്ടിയിട്ടില്ലെങ്കിൽ വിഷമിക്കണ്ട, ഞാൻ ഉത്തരം അവസാനം പറയാം. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ: സുബ്ഹാനല്ലാഹ് ഡാഷ് വലാ ഇലാഹ ഇല്ലല്ലാഹ് ഡാഷ് വലാ ഹൗല ഡാഷ് ഇല്ലാ ബില്ലാഹ് ഡാഷ് അൽ അളീം. 2 അൽഹംദുലില്ലാഹി ലസി ഡാഷ് ഹദാവ ഡാഷ് മിൻ ഗൈരി ഡാഷ് മിന്നി വല ഡാഷ്. ഇനി ഉത്തരങ്ങൾ പറയുകയാകുന്നു. ഇക്കാളുകൾക്കും ഉത്തരം ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി കിട്ടാത്തവരെ ഞാൻ പറയും, ശ്രദ്ധിച്ച് കേൾക്കുക. ആവർത്തിച്ചു നിങ്ങൾ പഠിച്ചു എന്ന് ഉറപ്പാകുന്നത് വരെ കേൾക്കുക. ഇൻഷാ അല്ലാഹ് ഉത്തരങ്ങളിലേക്ക് കിടക്കാം. ചോദ്യം 1. സിക്ർ കൊണ്ട് ലഭിക്കുന്നത്. അള്ളാഹുവിനെ കുറിച്ച് ആലോചിച്ചാൽ മനസ്സമാധാനമാണ് ലഭിക്കുക. 2. അനാവശ്യ കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ലഗ്വ്. 3. ഈമാനിൻ്റെ പകുതിയാണ് ശുദ്ധിയാണ് ഈമാനിൻ്റെ പകുതി. 4. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി. മാതാപിതാക്കൾ തൃപ്തിപ്പെട്ടാൽ അള്ളാഹും തൃപ്തിപ്പെടും. 5. അള്ളാഹു ഒരിക്കലും മാപ്പാക്കുകയില്ല ഷിർക്ക് ചെയ്താൽ അള്ളാഹു അത് മാപ്പാക്കുകയില്ല. അവൻ ഷിർക്കിൽ നിന്നും പിന്മാറണം, എങ്കിൽ മാപ്പാക്കും. 2. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് കൊണ്ട് പൂർത്തിയാക്കാം. ബ്രാക്കറ്റിലുണ്ട്, അത് യോജിച്ച ചോദ്യങ്ങളിൽ ഏതാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം: നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണ് അസ്മാഉൽ ഹുസ്ന. അള്ളാഹുവിൻ്റെ 99 പേരുകളുണ്ടല്ലോ, അതാകുന്നു അസ്മാഉൽ ഹുസ്ന. അത് നമ്മെ അലട്ടുന്ന എല്ലാ വിഷയങ്ങൾക്കും, എന്ത് ബുദ്ധിമുട്ട് എന്ത് പ്രയാസം എന്നാലും അത് നിങ്ങൾ ചെല്ലുക, അത് നിങ്ങൾക്കൊരു പരിഹാരം തന്നെയാണ്. ചോദ്യം 2. സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ടമായ സൗഭാഗ്യം അവൻ്റെ തിരുദർശനം എന്നാണ് ഉത്തരം. അതായത് അള്ളാഹുവിനെ കാണൽ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. 3. സ്വശരീരത്തേക്കാൾ, അതായത് നമുക്ക് നമ്മുടെ ശരീരം ഉണ്ടാവുമല്ലോ, അതാണ് സ്വശരീരത്തേക്കാൾ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും കടപ്പാടുള്ളവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളാണ്. 4. അറിവുള്ളവർ ആദരിക്കപ്പെടണം, അതിനു വേണ്ടി മലക്കുകൾക്ക് അള്ളാഹു തീരുമാനിച്ചത് സുജൂദാണ്. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്തല്ലോ അത്. 5. നല്ല കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. നല്ലൊരു കൂട്ടുകാരനെ സന്ദർശിക്കാൻ പുറപ്പെട്ടാൽ അവന് വേണ്ടി സ്വലാത്ത് ചൊല്ലും. 70,000 മലക്കുകളാണ് അവനക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുക കേട്ടോ. അതിൻ്റെ ഉത്തരം 70,000 മലക്കുകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, ഉത്തരം എഴുതാം. ചിന്താശേഷി കുറയും. ആരുടെ ചിന്താശേഷിയാണ് കുറയുക? സിനിമ, സീരിയൽ, കോമഡി ഷോ, റിയാലിറ്റി ഷോ തുടങ്ങിയ കാണുന്നവരുടെ ചിന്താശേഷി, അവർക്ക് ബ്രീഫായിട്ട് തിങ്ക് ചെയ്യാൻ കഴിയില്ല. 2. മുടിയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചു എന്ത്? മുടി അല്പം മുറിച്ചു ബാക്കി മുറിക്കാതെ വെക്കുന്നതിന്. അതാണ് അതിൻ്റെ ഉത്തരം. മുടി അല്പം മുറിച്ചു ബാക്കി മുറിക്കാതെ വെക്കുന്നതിന് നബി തങ്ങൾ വിരോധിച്ചു. ചോദ്യം 3. ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ഗുരു അതായത് അധ്യാപകൻ, ഉസ്താദിനെ നിന്ദിക്കുന്നവർക്ക് എന്ത് സംഭവിക്കും? ശപിക്കപ്പെട്ടവനും ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതനുമാവും. അവൻ ശപിക്കപ്പെടും, പിന്നെയോ ജീവിതത്തിൽ ഏറ്റവും വലിയ തോൽവിയാകും, ജീവിതത്തിൽ അങ്ങേയറ്റം പരാജിതൻ അവനാകും. ചോദ്യം 4. ഖുർആൻ പഠിച്ചു അതനുസരിച്ചു ജീവിക്കുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത്? അതായത് ഖുർആൻ പഠിച്ചു, ആ ഖുർആനിൽ പറഞ്ഞതുപോലെ അവൻ ജീവിക്കുകയും ചെയ്തു എങ്കിൽ അവൻ്റെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പരലോകത്ത് എന്താണ് ലഭിക്കുക? പ്രകാശ കിരീടവും സ്ഥാന വസ്ത്രവും. അതവർക്കുള്ള ആദരവാണ്. അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു ആദരവാകുന്നു. അവരുടെ മക്കളെ അവർ നേർവഴിയിലാക്കിയല്ലോ, അതിന് അള്ളാഹു അവർക്ക് നൽകുന്ന ആദരവാകുന്നു. ചോദ്യം 4. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക തൃപ്തി, അതായത് പ്രത്യേക പ്രീതി നേടിയെടുക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ് ചോദിച്ചത്. 1. നബി തങ്ങളുടെ സുന്നത്തുകൾ പറയുക. ഇത് ഞാൻ ചോദ്യം വായിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഓർമ്മ. 2. അവിടുത്തെ മദ്ഹുകൾ പറയുക. 3. സലാത്തുകൾ വർദ്ധിപ്പിക്കുക.
ചോദ്യം 2 ആളുകൾക്ക് നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചെല്ലുന്നവർ മത്സ്യം, മാളത്തിലെ ഉറുമ്പ്, ആകാശഭൂമിയിലുള്ള സൃഷ്ടികൾ ഉൾപ്പെടെ അള്ളാഹുവും മലക്കുകളും വരെ നന്മ പഠിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചെല്ലും. നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചെല്ലും. മത്സ്യവും മാളത്തിലെ ഉറുമ്പുകളും ഉൾപ്പെടെ ആകാശഭൂമിയിലുള്ള സൃഷ്ടികളും അള്ളാഹുവും മലക്കുകളും നന്മ പഠിപ്പിക്കുന്നവരുടെ മേൽ സ്വലാത്ത് ചെല്ലും. ചോദ്യം 3. നാം കൂട്ടുകൂടാൻ പാടില്ലാത്തവർ, ദുസ്വഭാവികൾ, ചീത്തക്കാര്യങ്ങൾ ചെയ്യുന്നവർ, പറയുന്നവർ, ഇവരെ കൂടെ നമ്മൾ കൂടരുത്. പിന്നെയോ PH ആശയമുള്ളവർ, മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബലീഗ് ഇങ്ങനെയുള്ള PH ആശയമുള്ളവർ, അവരെ കൂടെ ഒന്നും കൂടരുത്. പിന്നെയോ തെറ്റായ കാര്യങ്ങളിൽ കൂട്ടു നിൽക്കുന്നവർ, എന്തെങ്കിലും വേണ്ടാവൃത്തി ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് നല്ല സപ്പോർട്ടായിരിക്കും. പക്ഷെ നല്ല എന്താ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതിന് യാതൊരു സപ്പോർട്ട് ഉണ്ടാവില്ല. അപ്പോൾ അവരെ മാറ്റി നിർത്തുക, നമുക്ക് ആവശ്യമല്ല. പള്ളി പോക്കാൻ വിളിച്ചാൽ വരില്ല. എന്നാൽ വേറെയുള്ള കാര്യത്തിനൊക്കെ വിളിച്ചാലോ ഒന്ന് അടിപൊളിയാണ്, ആവശ്യമല്ല നമുക്ക്. ഇനി 4. മിക്ക ആളുകളും വഞ്ചിതനായ 2 അനുഗ്രഹങ്ങളുണ്ട്. ആ അനുഗ്രഹങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ മിക്ക ആളുകളും ഉപയോഗിക്കുന്നില്ല. അതെന്താണ്? 1 ആരോഗ്യം, 2 ഒഴിവ് സമയം. ആരോഗ്യമുള്ള സമയത്ത് ഇബാദത്ത് ചെയ്യില്ല, ആ സമയത്ത് പള്ളിയിലേക്ക് വരില്ല. പിന്നെ വയസ്സായി ഒരു വടിയൊക്കെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന സമയത്താണ് മര്യാദയ്ക്ക് എണീറ്റ് നടക്കാനും കഴിയില്ല, സുജൂദ് ചെയ്യാനും കഴിയില്ല, നിസ്കരിക്കാനും കഴിയില്ല, ആ സമയത്ത് പള്ളിയിൽ വരുമല്ലോ. അങ്ങനെയുള്ളവരുടെ നിസ്കാരം എന്ന് അള്ളാഹ്ക്ക് അത്ര ഇഷ്ടമല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം എന്ന് പറയുന്നത് യുവാക്കളുടെ, ആരോഗ്യമുള്ളവർ നിസ്കരിക്കുന്ന നിസ്കാരമാണ്. കാരണം എന്താ? ആ സമയത്ത് അവർക്ക് തെറ്റുകളിലേക്ക്, മറ്റുള്ള ആനന്ദങ്ങളിലേക്ക് എല്ലാം പോകാൻ കഴിഞ്ഞിട്ടും അവർ അള്ളാഹുവിൻ്റെ മുന്നിൽ വന്ന് സുജൂദ് ചെയ്യുന്നുണ്ടല്ലോ, അവർക്ക് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് പ്രത്യേക പരിഗണനയുണ്ട്. പിന്നെ അവർ വയസ്സായിട്ട് വരുമ്പോഴും ആ പരിഗണന കിട്ടും. പിന്നെയോ ചില ആൾക്കാരുണ്ട്, ആരോഗ്യമുള്ള സമയത്ത് കുതിരളിക്കാൻ പോകും, എന്നിട്ട് ഒരു മൂലയിലാവുമ്പോൾ പള്ളിയിലേക്ക് അയഞ്ഞ് വരും. അവരെക്കാളും അള്ളാഹുക്ക് ഇഷ്ടം ആരുടെയാണ്? ആരോഗ്യമുള്ള സമയത്തും അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിസ്കരിക്കാൻ വരുന്നവരുടെ നിസ്കാരമാകുന്നു. ഇനി ചോദ്യം 4ൻ്റെ രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. ഒഴിവ് സമയമാണ് മറ്റൊരു ഉത്തരം. ഒഴിവ് സമയത്ത് നമ്മളെന്ത് ചെയ്യില്ല? അള്ളാഹിനെ ആലോചിക്കുന്നില്ല. അപ്പോൾ ഒഴിവ് സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഖുർആൻ എടുത്ത് ഓതാ, ഇബാദത്ത് ചെല്ല, ദിക്ർ ചെല്ല എന്ന് നിൽക്കില്ല. അതാണ് മിക്ക ആളുകളും മോചിതരാകുന്ന 2 അനുഗ്രഹങ്ങൾ. ഒരു അനുഗ്രഹം ആരോഗ്യം, മറ്റൊരു അനുഗ്രഹം ഒഴിവ് സമയം. ചോദ്യം 5 വ്യക്തമാക്കാം. 5ൽ 1 തൗഹീദിൻ്റെ നിർവചനം. എന്താണ് തൗഹീദ് എന്നാണ് ചോദിക്കുന്നത്. തൗഹീദ് അള്ളാഹുവിനെ മാത്രം ആരാധ്യനാണെന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. 5ൽ 2 നിങ്ങളിൽ ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞവർ. ഉത്തരം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ. ഇത് 5ാം ക്ലാസ്സിലുള്ള തജ്വീദിലുണ്ട്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന ഹദീസിൽ പറയുന്നുണ്ട്. ഇനി 5ൽ 3 അഹ്ലുൽ ബൈത്ത് എന്ന് പറയപ്പെടുന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനുകളായ അവിടുത്തെ കുടുംബക്കാർക്കാണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത്. 4 മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം. മുഹ്സിനുകൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണം ഏതാണ്? ഏതു പ്രതിസന്ധിയിലും നല്ല സുരക്ഷിതം, മനസ്സമാധാനം അവർക്ക് കിട്ടും. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർക്ക് നല്ല സുരക്ഷിതവും നല്ല പ്രൊട്ടക്ഷനവും മനസ്സമാധാനവും പീസും അവർക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി 6ാമത്തെ ചോദ്യം, ആര് ആരോട് പറഞ്ഞു എന്നാണ്. ഒന്നാമത്തത്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അള്ളാഹുവാണ്, മലക്കുകളോടാണ് പറഞ്ഞത്. 1 അള്ളാഹും 2 മലക്കുകളും. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആദ്യ ആൻസർ അള്ളാഹും, പിന്നെ ആരോടെ പറഞ്ഞതെന്നുള്ളത് മലക്കുകളോടും. അതായത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതിന് മുമ്പ് മലക്കുകളോട് പറയുകയാണ്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോകുന്നു എന്ന്. 2 താങ്കൾക്ക് ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക. ഇതാരാണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്. ആരോടാണ് പറഞ്ഞത്? അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോടാണ് പറഞ്ഞത്. മറക്കരുത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആരോട്? അബൂദർദാ റളിയല്ലാഹു അൻഹുവിനോട്. പൂരിപ്പിക്കാം. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അടുത്തത് അൽഹംദുലില്ലാഹില്ലസി കസാനി ഹസാവ വർസഖനി മിൻ ഗൈരി ഹൗലി മിന്നി വലാ ഖുവ. എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. ക്ലാസ് ആവർത്തിച്ച് കാണുക, ഈ 100-ൽ 100 കിട്ടാത്തവർ ഇൻഷാ അല്ലാഹ്.